പാവത്തിനാത്മാവ് പരിക്കരുതേ, പാവിയായ എന്നെ വിധിക്കരുതേ. പാവത്തിനാത്മാവ് പരിക്കരുതേ, പാവിയായ എന്നെ വിധിക്കരുതേ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനത്തിൻ്റെ 3 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാവത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഈ വളരെ മനോഹരമായ ദൂത്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നെന്ന വചനം. കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളതുണ്ട്. കർത്താവ് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ അധികം ഫലം കർത്താവിന് വേണ്ടി കായ്ക്കാൻ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു അനുഭവമുണ്ട്. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയെന്ന വചനം. ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് രാജാവിടെ പറയുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഭാഗമാണ് എനിക്കിത്. ഞാൻ എൻ്റെ പാവം നിന്നോട് അറിയിച്ചു. ഹല്ലേലൂയ. നമുക്ക് പാവത്തിന് പരിഹാരം തരുന്ന കർത്താവ്, പാവമോചനം തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആ പാവം നിറക്കി വെച്ചപ്പോൾ എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. ആമേൻ. അത് ആരും പറഞ്ഞു പറയിപ്പിക്കാതെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കുറവുകൾ ആർക്ക് സംഭവിക്കാൻ ദൈവമക്കളെ? ഒരു കുറവും ഇല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ കർത്താവ് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി, ആമേ സ്തോത്രം, പാപമോചനം തരേണ്ടതിന് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി, സ്വയം യാഗമായി തീർന്ന കർത്താവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണോ? എൻ്റെ കർത്താവെ, അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ എല്ലാ കുറവുകളും ദൈവസന്നിധിയിൽ നേറ്റു പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പറയും, എൻ്റെ കർത്താവ് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി യാഗമായി. യേശുവേ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവമക്കളെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്ന് തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുറവശങ്ങളെ നമുക്കിന്ന് കർത്താവിനോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുന്ന കർത്താവ് നമുക്ക് പാപമോചനം തന്നുകൊണ്ട് വീണ്ടെടുത്തുകൊണ്ട് ആ പാദപീഠത്തിലിരുന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് നമ്മളെ തൊട്ടനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാവങ്ങളും പിതാവേ അവിടുന്ന് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവ് എൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി സ്വയം ബലിയായി തീർന്ന കർത്താവേ, ആമേൻ. പാവികളെ തേടി വന്ന നല്ല കർത്താവേ, പാവികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനെ ബലിയായി സമർപ്പിച്ചവനെ, യേശുവേ സ്തോത്രം. അത് നിമിത്തം അടിയങ്ങൾക്കും ഈ രക്ഷിതാവിനെ ആരാധിപ്പാൻ തക്കവണ്ണം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ചെയ്തു പോയ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ച് കർത്താവെ ജീവിക്കുന്ന ദൈവസന്നിധിയിൽ നല്ലൊരു സാക്ഷിയെ തീരുവാൻ എല്ലാവരെയും ഒരുക്കണമേ. ജീവിക്കുന്നതും മരിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി മാത്രമായി തീരുവാൻ ഇടയാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.